EVM വീൽസിൻ്റെ കൊച്ചിയിലെ ആദ്യത്തെ കസ്റ്റമർ എക്സ്പീരിയൻസ് ഹബിൻ്റെ ഇനാഗ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. EVMനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം എങ്ങനെയാണ് EVM വീൽസ്, എന്താണ് EVM വീൽസിൻ്റെ പ്രവർത്തനങ്ങൾ എന്നെല്ലാം നമ്മളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി EVM വീൽസിൻ്റെ CEO ആൻസി മാം നമ്മുടെ കൂടെയുണ്ട്. ഹലോ മാം. ഹായ്. ഞങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് ഈ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ഹബ്. ശരിക്കും ഒരു കസ്റ്റമറായിട്ട് ഞാൻ വരുമ്പോൾ ഒരു വീൽസിൻ്റെ ഒരു വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പലപ്പോഴും എവിടെ ഇരിക്കണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റോ ഒക്കെ വരുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം ഒരു സൊല്യൂഷനാണ് ഈ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ഹബ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഹബിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴേ, സാധാരണ നമ്മളിപ്പോൾ EVM വീൽസ് ശരിക്കും ഒരു മൊബിലിറ്റി സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മൊബിലിറ്റി. അതിപ്പോൾ കാറാണെങ്കിലും ടു വീലർ ആണെങ്കിലും സെയിം തന്നെയാണ്. പക്ഷെ കസ്റ്റമേഴ്സ് നമ്മുടെ നിന്ന് ആകെ ഒരു എക്സ്പെക്റ്റേഷനെ നമ്മുടെ കയ്യിൽ വെക്കാറുള്ളൂ. ദേ വോണ്ട് ഹൈലി മെയിൻറ്റെയിൻഡ് ഹൈജീൻ കാർസ് ഡെലിവേർഡ് വിത്ത് പാഷൻ. ഞാൻ എപ്പോഴും ടീമിൻ്റെ അടുത്തും നമ്മുടെ ഒരു കോൺസെപ്റ്റ് തന്നെയാണിത്. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് എന്നുള്ളത് ടീമിൻ മീറ്റിങ്സിലും എല്ലാം നമ്മൾ നാച്ചുറലി ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കസ്റ്റമേഴ്സിന് വേണ്ടതെന്നാണ്. പക്ഷേ നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കൂടുതൽ കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് EVM വീൽസ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റ്സ് ആയിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പാക്കേജസ് ആണെങ്കിലും അതുപോലെ ഇൻഷുറൻസ് സ്കീംസ് ആണെങ്കിലും ആഡ് ഓൺ ബെനിഫിറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ലോയൽറ്റി പ്രോഗ്രാം ആണെങ്കിലും എല്ലാം കസ്റ്റമേഴ്സിന് അതിലും കൂടുതൽ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്കീംസാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേറൊരു റെൻ്റൽ പ്രൊവൈഡറിൻ്റെയും വെബ്സൈറ്റിൽ കാണാൻ പറ്റില്ല. EVM വീൽസിൻ്റെ വെബ്സൈറ്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് വീൽസിൻ്റെ യുണീക്ക് സെല്ലിംഗ് ഓപ്ഷൻസ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ചിന്തിച്ചപ്പോൾ ഇതുപോലെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ 80% ഒന്നില്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ട്രാവലേഴ്സ് ആയിരിക്കും. അവർ ഓൾറെഡി മൈൽസ് ഓഫ് ജേർണി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് EVM വീൽസിൻ്റെ ഡോർ സ്റ്റെപ്പ് വരെ എത്തുന്നത്. അപ്പോൾ അവർ പിന്നെയും ട്രാവൽ ചെയ്യാൻ പോവാണ്. ബട്ട് അറ്റ് ദാറ്റ് ടൈം ദേ റിക്വയർ എ പൗസ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ വൈ ഡോണ്ട് വി പ്രൊവൈഡ് ദം എ ഷെൽട്ടർ വേർ ദേ കുഡ് സിറ്റ് കംഫർട്ടബിളി, relax, interact with each other, interact with the crew members and then restart the journey on the wheels എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്നാണ് ഈ ഒരു ഹബ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യും. അത് നമുക്കാവുന്ന വിധത്തിലുള്ള ഒരു പ്രീമിയം ലെവലിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കസ്റ്റമേഴ്സിന് വേണ്ടി ഇന്ന് സമർപ്പിക്കപ്പെടുകയാണ്. സോ ഐ തിങ്ക് ഓൾ അവർ കസ്റ്റമേഴ്സ് വിൽ എൻജോയ് ദിസ് പെർട്ടിക്കുലർ സർവീസ്. ശരിക്കും അതെ, വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു 2015 കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ 2019 വീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കേരളീയർക്ക് പ്രത്യേകിച്ച് ഈ ഒരു റെൻ്റ് എ കാർ ബിസിനസ് എന്താണെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടങ്ങളായിരുന്നു. കാരണം നമ്മളൊരു എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടാക്സി എടുക്കുക പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ടാക്സി എടുക്കുക പോവുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കോൺസെപ്റ്റ് ഉള്ള സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചിട്ടാണ് EVM എന്ന് പറയുന്ന ബ്രാൻഡ് റെൻ്റ് എ കാർ ബിസിനസ് തുടങ്ങിയതല്ലേ. ആ ജേണി എങ്ങനെയായിരുന്നു? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മാനേജിങ് ഡയറക്ടർ സാബു ജോണി സാറിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. സാർ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. സാറിൻ്റെ ഒരു മന്ത്ലി ഒരു 20 ഡേയ്സും സാർ അബ്രോഡ് ആയിരിക്കും. സാർ ട്രാവലിംഗ് ഭയങ്കര ഒബ്സർവറാണ്. സാർ എവിടെ പോയാലും ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. അതാണ് സാറിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് ഞങ്ങൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. നന്നായി ഒബ്സർവ് ചെയ്യും. അതിവിടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന പോയിന്റ്സ് ആണെങ്കിൽ സാർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ സാർ പുറത്തുള്ള കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഈ റെൻ്റ് എ കാർ ബിസിനസ് അല്ലെങ്കിൽ റെൻറ്റിങ് മൊബിലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു ബിസിനസ്സിലേക്ക് നമ്മളും വയ്ക്കണം, അതിനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ടാണ് EVM ഗ്രൂപ്പ് ഈ ഒരു റെൻ്റ് എ കാർ ബിസിനസ്സിലേക്ക് തുടങ്ങുന്നത്. ഈവൻ ഓട്ടോമൊബൈൽസിൽ നമുക്ക് അറ്റ് ദാറ്റ് ടൈം 2018 ഈ ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. 2018 ആ സമയത്ത് ശരിക്കും നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പല ബ്രാൻഡുകളും റെപ്രസെൻ്റ് ചെയ്യുന്നെങ്കിലും ഈ ഒരു ബിസിനസ് നമുക്ക് അറിയില്ലാത്തൊരു ബിസിനസ്സായിരുന്നു. ഓക്കെ, സാറ് പറഞ്ഞ ഒരു അറിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഈ റെൻ്റ് എ കാർ സ്കീം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ 1989 എഴുതിയ ഒരു റൂൾ ബുക്കാണ്. അതുവരെ 3 pages ഉള്ള ഒരു റൂൾ ബുക്കാണ്. അതെന്ന് മനസ്സിലാക്കിയ കുറച്ച് ഇൻഫർമേഷൻസ്, അങ്ങനെ ഇൻഫർമേഷൻ എടുക്കാവുന്നതും നമ്മുടെ കൺട്രിയിലെ ലോ പ്രിവൈലിംഗ് റോൾസ്
എന്താണ്, ലൈസൻസ് കിട്ടാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഇതിലൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ 2019 ഇതിൻ്റെ ലൈസൻസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ് ദാറ്റ് ടൈം വി വർ ഹാവിങ് 61 വെഹിക്കിൾസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 61 വെഹിക്കിൾസ് ആയിരുന്നു, കാറായിരുന്നു. അതിനുശേഷം നമ്മൾ 2021 നമ്മൾ വേറൊരു എക്സ്പ്ലോറൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, റെൻ്റ് എ ബൈക്ക് ലൈസൻസ് ഉള്ളൊരു കമ്പനി നമ്മൾ വാങ്ങിക്കുവാണ് ചെയ്തത്. വാങ്ങിച്ച് അതുകൂടെ നമ്മളുടെ ലൈസൻസിൽ ആഡ് ചെയ്ത് 2 വീലർ ബിസിനസ് കൂടെ കൊണ്ടുവന്നു. സോ നമ്മളിപ്പോൾ 2 വീലർ, ബോത്ത് 2 വീലർ ആൻഡ് 4 വീലർ രണ്ട് കൊടുക്കുന്നുണ്ട്. അറ്റ് പ്രസൻറ്റ് വി വർ ഹാവിങ് 270 വെഹിക്കിൾസ്, 270 കാർസ് ആൻഡ് 270 odd bikes in our fleet. അതെ, ആ ഒരു 2019 അത് 61 വെഹിക്കിൾസ് എന്നാണ് ഈ പറഞ്ഞ പോലെ ഒരു കോവിഡ് എറ, എല്ലാ ബിസിനസ്സും ഒന്ന് താഴേക്ക് പോയ ഒരു എറയാണ്. ആ സമയവും നമ്മൾ കഴിഞ്ഞ് ഇപ്പോൾ ആ ഒരു ഗ്രോത്തിലേക്ക് വന്ന് നിൽക്കുന്നത്. ബട്ട് വി ആർ വെരി സീരിയസ് ഇൻ ടു ദിസ് ബിസിനസ്. ആൻഡ് പുറത്ത് കിട്ടുന്ന ഈ ഒരു റെൻ്റ് കാർ ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസും നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുത്ത് ഏറ്റവും പ്രീമിയം വെഹിക്കിൾസ്, നമ്മൾ ഒരിക്കലും ഒരു ഇക്കണോമിക് വെഹിക്കിളിൽ മാത്രം നിൽക്കാം എന്ന് വിചാരിക്കുന്ന ഒരു പ്ലാൻ അല്ല നമുക്കുള്ളത്. എല്ലാവർക്കും ഒരു വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓടിച്ചു നോക്കാൻ ആഗ്രഹമുള്ള വെഹിക്കിൾസ്, അതാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഫ്ലീറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതാണ്, ആ ഒരു തോട്ടിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് എത്ര കുറവ് ഒരു ബിസിനസ്സിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും എത്ര കുറവ് ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര കൂടുതൽ ഏൺ ചെയ്യാം, നമ്മളതല്ല. നമ്മൾ തിങ്ക് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് അവർക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള, അവർക്ക് ഓടിക്കാൻ ആഗ്രഹമുള്ള വെഹിക്കിൾസ് എടുക്കുക, റെൻ്റ് ഔട്ട് ചെയ്യാം, പ്രീമിയം സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അവർ ആ വെഹിക്കിൾ വാങ്ങിക്കുന്നതിനേക്കാളും അവരുപയോഗിച്ച് ഇപ്പോൾ പല വെഹിക്കിൾസ് ഉപയോഗിക്കാം. ലൈക്ക് ഇപ്പോൾ നമുക്ക് കുഷാക്കുണ്ട്, കിയ കാരൻസ് ഉണ്ട്, എല്ലാ റേഞ്ച് ഓഫ് വെഹിക്കിൾസ് ഞങ്ങളുടെ വെബ്സൈറ്റ് evmwheels.com നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഒരു വെഹിക്കിൾ യൂസ് ചെയ്താൽ അടുത്ത ദിവസം വേറൊരു വെഹിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യമായിട്ട് ഇലക്ട്രിക് വെഹിക്കിളും കൊണ്ടുവന്നത് ഞങ്ങളാണ്. കാരണം ഇലക്ട്രിക് വെഹിക്കിൾ നമ്മുടെ ഈ റെൻ്റ് കാർ ഇൻഡസ്ട്രിയിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സാധാരണ ഒരാൾ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് പോയിനേക്കാളും ഒരു 10 times ഡിഫിക്കൽട്ടാണ് അത് റെൻ്റ് ഔട്ട് ചെയ്യാൻ. കാരണം സമയത്തിന് ചാർജ് ചെയ്യണം. നമ്മൾ സാധാരണ ഒരു 3 hour ഗ്യാപ്പാണ് ശരിക്കും ബുക്കിംഗ്സ് തമ്മിൽ വെക്കുന്നത്. ആ 3 hour ഗ്യാപ്പിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ചാർജ് ചെയ്ത് വരാൻ തന്നെ 5 hours ഒക്കെ എടുക്കും. അപ്പോൾ നമുക്ക് അത്രയും കുറവ് അവേഴ്സ് ചെയ്ത് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വന്ന് നോക്കുമ്പോഴേക്കും അത്രയും വിലയുള്ള ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിച്ച് നമ്മൾ ഇതുപോലെ കോംപ്രമൈസ് ചെയ്ത് ഡെലിവറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ബിസിനസ് പോയിന്റിൽ മാത്രം തിങ്ക് ചെയ്താൽ നമുക്കത് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല. ബട്ട് we thought of introducing it. Now customers are very interested to rent that out. കാരണം അപ്പം ഞാനൊരു IC എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇലക്ട്രിക്കിലേക്ക് മാറണം. അപ്പോൾ ഒരു 3-4 ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പോൺസ് ആൻഡ് കോൺസ് അറിയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും പലരും ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുന്നത് വളരെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആൾക്കാർ കുറെ എന്തൊക്കെയാണ് ഭയങ്കര ക്യൂരിയസ് ആണ്. ലൈക്ക് ഇതിന് ഇന്ന പ്രശ്നം ഉണ്ടാവും, ആ പ്രശ്നം ഉണ്ടാവും. ഇതിപ്പോ ഏത് ബയർക്കും ഇത് അഡോപ്റ്റ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന മിക്ക വെഹിക്കിൾസും നമ്മുടെ ഫ്ലീറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ഓൺലി ഇലക്ട്രിക് വെഹിക്കിൾ, ഏത് IC എഞ്ചിൻ വെഹിക്കിൾസും ഇതുപോലൊരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് വാങ്ങിക്കുന്നത് ബയ്യർക്ക് എപ്പോഴും നല്ലതായിരിക്കും. സോ അതിനുള്ള ഒരു പ്രൊവിഷൻ EVM Wheels പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ കസ്റ്റമർ എക്സ്പീരിയൻസ് സെന്ററായി, ഇപ്പൊ മാം പറഞ്ഞു നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ, ഇനി നമുക്കൊരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ അടുത്ത് തന്നെ വീൽസിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം ഞങ്ങളെല്ലാം കസ്റ്റമേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തിങ്ക് ചെയ്യുന്നതല്ലേ. സോ അവർക്ക് ഇപ്പോൾ ഇവിടെ വന്ന് ചാർജ് ചെയ്തിട്ട് പോകണം, കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോകണം. സോ ആ റിലാക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പൈപ്പ്ലൈൻ വെൽക്കം. ഓക്കെ, ഷുവർ ഷുവർ. അപ്പം താങ്ക് യു സോ മച്ച് മാം. അപ്പം മാമിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പം ഇനിയും വീൽസിലേക്ക്, ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് അർജുൻ. താങ്ക് യു സോ മച്ച്.